നമസ്കാരം. PK Astro ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഇന്നെൻ്റെ വീഡിയോയിൽ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര ചേരുന്ന 2.25 നക്ഷത്രമടങ്ങുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് മാസം 24 തീയതി മുതൽ 30 തീയതി വരെ ഈ ആഴ്ച അവർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് എന്നൊന്ന് വിചിന്തനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 2-ൽ രാഹുവും 3-ൽ ശനിയും 6-ൽ വ്യാഴവും 7-ൽ ശുക്രനും ബുധനും 8-ൽ കേതുവും സൂര്യനും 9-ൽ ചൊവ്വയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ആഴ്ചയിലെ പ്രധാന ഒരു വിശേഷമെന്ന് പറയുന്നത് ഓഗസ്റ്റ് 21 തീയതി ശുക്രൻ മകരം രാശിക്കാരുടെ 7-ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ 7-ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് ശുഭഗ്രഹമായ ശുക്രനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സ്ഥാനമല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ശുക്രൻ ശരിക്കും നല്ല ഫലങ്ങൾ തരണമെന്നുമില്ല. പക്ഷേ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനാണ് ശുക്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങളും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ അവസരങ്ങളും കർമ്മരംഗത്ത് ധനാഗമന മാർഗങ്ങളും സന്താന ഭാഗ്യവും ഈശ്വര അനുഗ്രഹമൊക്കെ ഉണ്ടാവേണ്ട ഒരു സമയമാണ് യോഗകാരകനായ ശുക്രനെക്കൊണ്ട്. പക്ഷേ 7-ാം ഭാവം എന്ന് പറയുന്ന ചന്ദ്രന്റെ രാശി കൂടിയാണ്. അപ്പം ദാമ്പത്യ ക്ലേശങ്ങളെല്ലാം മാറിക്കിട്ടേണ്ടതും കുടുംബത്ത് ദാമ്പത്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി നല്ലൊരു സന്തോഷപ്രദമായ ജീവിതം കാഴ്ചവെക്കേണ്ട ഒരു സമയം കൂടിയാണ് ശുക്രനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ. പക്ഷേ ഇതിൽ അല്പം ഏറ്റക്കുറച്ചിൽ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹനിലയിൽ ശുക്രന്റെ ദശയോ അല്ലെങ്കിൽ ശുക്രന്റെ അപകാരവുമാണെങ്കിൽ പൂർണ്ണമായും നമുക്ക് ഈ ഗുണം കിട്ടുന്നതാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ ഗുണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ശനി 3-ലാണ് സഞ്ചരിക്കുന്നത്. ശനിയെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ശനിയുടെ 7 ശനിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ശനിയുടെ ദോഷഭാവങ്ങളെല്ലാം വെടിഞ്ഞ് ഇപ്പോൾ ബലവാനായിട്ട് 3-ൽ നിൽക്കുകയാണ്. മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം ശനി വളരെ ഗുണപ്രദനാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ ശനി ആ രാശിയിൽ 2.5 വർഷക്കാലം നിൽക്കും. ശനി മന്ദനാണ്. അപ്പം ശനിയുടെ ഏതൊരു പ്രവർത്തനവും വളരെ സ്ലോയിൽ സാവകാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം ശനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ശനി നമുക്ക് തരേണ്ട സൗഭാഗ്യങ്ങളും ഗുണങ്ങളും നേട്ടങ്ങളും എല്ലാം പെട്ടെന്ന് തരത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ശനി ക്രമേണയെ തരത്തോളം മാത്രമല്ല ഇപ്പം നവംബർ വരെ വക്രഗതിയിലായതുകൊണ്ട് ശനിയുടെ പൂർണ്ണമായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുകയുമില്ല. മാത്രമല്ല 7 ശനി കാലത്ത് ശനിദേവൻ നമ്മളെ എന്തൊക്കെ കവർന്നെടുത്തിട്ടുണ്ടോ, എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ അതെല്ലാം ഒന്നൊന്നായി തിരിച്ചു തരുന്നു എന്നാണ് നമ്മൾ ജ്യോതിഷം പറയുന്നത്. അങ്ങനെയെങ്കിൽ ശനി മന്ദനായതുകൊണ്ട് ക്രമേണ നമുക്കത് തിരിച്ചു തരും എന്നുള്ളതാണ് സത്യമായ കാര്യം. അങ്ങനെ ശനിയുടെയും അതോടൊപ്പം തന്നെ ശുക്രന്റെയും നില ഒഴിച്ചാൽ ബാക്കി ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നത് ദുസ്ഥാനങ്ങളിലാണ്. ഇങ്ങനെ ഞാൻ പറയുമ്പോഴത്തേക്ക് എന്റെ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടിട്ട് ചില ആൾക്കാരൊക്കെ വളരെ മോശമായി കമന്റുകൾ ഇട്ടിട്ടുണ്ട്. ആ കമന്റുകൾ ഇങ്ങനെ എല്ലാം നെഗറ്റീവ് ചിന്തകൾ പറയുന്നത് എന്താണ്, അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെല്ലാം അനുഭവിച്ചങ്ങ് ചീട്ട് വാങ്ങൂലേ, മാത്രമല്ല ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ കമന്റുകൾ ഇടാറുണ്ട്. എനിക്കും വേണമെങ്കിൽ എന്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് രാജയോഗമാണ്, നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമാണ്, ശുക്രദേശയാണ്, നിങ്ങൾ അടിച്ചു വാരും, സമ്പന്നനാവും, കോടീശ്വരനാവുന്നൊക്കെ എനിക്കും പറയാം. പക്ഷെ എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ജ്യോതിഷം എന്ന് പറയുന്നതിനകത്ത് ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങൾ നോക്കി അത് ചൊരിയുന്ന പ്രഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗണിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ വെറുതെ അങ്ങ് പറയുന്നതല്ല ജ്യോതിഷം എന്ന് പറയുന്നത്. മാത്രമല്ല ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിൽ ആ ബുദ്ധിമുട്ടുകളെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ മുൻകരുതലായിട്ട് എടുക്കാനുള്ളൊരു സൂചകമാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പം ശരിക്കും ഗണിച്ചെടുക്കുന്ന എല്ലാ ജ്യോതിഷികളും തീർച്ചയായും ഇതേ കണക്കേ പറയാറുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവായ ചിന്തകൾ നിങ്ങളിലുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവായി നിങ്ങൾ ഇതിനെ എടുക്കുന്നു എങ്കിൽ ആ ഒരാഴ്ചത്തെ ഫലം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമന്റ് ഇടൂ. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ വിലയിരുത്താനുള്ള അവസരം കിട്ടുമല്ലോ. അപ്പം അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഇനി നമുക്കറിയാം ഈ മകരം രാശിക്കാർ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരേപോലെയല്ല ഈ ഫലങ്ങൾ വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രഹനിലയിൽ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹനിലയിൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം ഇത് വളരെ കൂടുതൽ ചെലുത്തുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് പലർക്കും പല അനുഭവങ്ങളാണ്. പക്ഷേ പൊതുവായ ഗുണഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അഷ്ടമത്തിൽ ഇവിടെ കേതു നിൽപ്പുണ്ട്. അപ്പോൾ കേതുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആത്മസംതൃപ്തിയും അതുപോലെ തന്നെ നല്ല ഭാവചിന്തകളുമൊക്കെ തരേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ മകരം രാശിക്കാരെ സംബന്ധിച്ചും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവർ കുറേ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അവർ ആത്മവിശ്വാസം അല്പം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെന്നും ഇങ്ങനെയൊക്കെയാണോ എന്നുള്ള ചോദ്യമൊക്കെ അവർ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം എന്ന് പറയുന്നത് മാറി മാറി വരുന്ന സംഭവങ്ങളാണ്.
ഇവിടെ ചൊവ്വ 9-ൽ നിൽക്കുന്നു, ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന ചില സംഘർഷങ്ങളും ക്ലേശങ്ങളും ഒക്കെ ധൈര്യപൂർവ്വം നേരിടാനും ഒക്കെ നമ്മളെ ചൊവ്വ സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം, ശത്രുക്കൾ ഏറെയുള്ളൊരു കാലഘട്ടമാണിത്. ശത്രുശല്യമുള്ളൊരു സമയമാണ്. കാരണം കടബാധ്യതകൾ ഉള്ളതുകൊണ്ട് ശത്രുശല്യം കൂടിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശത്രുക്കളെ വിധിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഊർജ്ജം പകർന്നുതരുന്ന ഓജസ്സും അതുപോലെ ധൈര്യമൊക്കെ തരുന്ന ഒരു ഗ്രഹമാണ് ഈ ചൊവ്വ എന്ന് പറയുന്നത്. അപ്പോൾ ചൊവ്വ നല്ല സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണപരമായിട്ടുള്ള ചില ചിന്തകളും അതുപോലെ ഊർജ്ജമൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. രാഹു 2-ലാണെന്നറിയാം. രാഹു 2-ാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വനത്തിന്റെയും വാക്കിന്റെയൊക്കെ ഭാവമാണ്. അപ്പോൾ രാഹു 2-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിലൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം. മാത്രമല്ല, വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. കാരണം നമ്മളെ വാക്കുകൾ മറ്റുള്ളവർ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെ മൊത്തം നമ്മൾ ഈ ഗ്രഹനില ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ 1, 2, 3 ദിവസങ്ങൾ, 3-3.5 ദിവസങ്ങൾ എന്ന് പറയുന്ന ആഴ്ചയുടെ ആദ്യത്തെ പകുതിയിലാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രയാസങ്ങളെല്ലാം നേരിടേണ്ടി വരുന്നത്. അത് കഴിഞ്ഞു നമ്മൾ 2-ാം പകുതിയാകുമ്പോൾ, ആഴ്ചയിലെ 2-ാം പകുതിയാകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാറിമറിയുകയാണ്. 2-ാം പകുതി എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഗുണകരമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരികയാണ്. ആ 2-ാം പകുതിയിൽ സാമ്പത്തിക നേട്ടമുണ്ടാവും, മനസ്സന്തോഷമുണ്ടാകുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും, നമുക്ക് നല്ല വാക്കുകൾ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവും, നമ്മൾ ആ ജ്യേഷ്ഠ സഹോദരനെ കൊണ്ട് ഗുണമുണ്ടാവും. അവർ സൗമ്യമായ പെരുമാറ്റം ചിലപ്പോൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാക്കി തരുന്നതാണ്. കർമ്മരംഗത്ത് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നതിന് ഒരല്പം മാറ്റം വരികയും അങ്ങനെ ചെറിയ ധനാഗമന മാർഗങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് 27, 28, 30 എന്ന് പറയുന്ന ദിവസങ്ങളെല്ലാം നല്ല ഗുണം നമുക്ക് പ്രദാനം ചെയ്യുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളും വരും. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാനുള്ളൊരു കഴിവും മാത്രമല്ല അതിനൊരു മാർഗവും നമ്മളെ ഗ്രഹനിലയിൽ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിരാശപ്പെടാതെ നമ്മൾ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാതെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് ശരിക്കും കണക്കിലെടുക്കുക. അപ്പോൾ ഈശ്വരാനുഗ്രഹമൊക്കെ നമുക്ക് അല്പം കുറയുന്നൊരു സമയമാണ്. കാരണം വ്യാഴം 6 നിൽക്കുന്നത് കൊണ്ട്. അപ്പം ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഗുണപരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.